ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ. രാവിലെ തന്നെ എണീറ്റ് ലച്ചപ്പനെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. വേഗം ഓടിപ്പോയി കുളിക്കുകയാണ്. രാവിലെ ഇന്ന് അപ്പം കിഴങ്ങറിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടി തക്കാളി മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്ന് വേഗം അപ്പം കിഴങ്ങറിയും കഴിക്കുകയാണ്. അപ്പം നല്ല ചൂട് കോഫിയൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കുടിച്ച് വേഗം കഴിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഈ രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്പലത്തിൽ പോകണമെന്നൊരു ആഗ്രഹം തോന്നി. അമ്പലത്തിൽ പോകണം. അപ്പോൾ പോയിട്ട് വന്നിട്ട് വീണ്ടും ഇതായി പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ച് എല്ലാം എടുത്ത് ഫുഡൊക്കെ എടുത്ത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വർക്കിന് പോകണ വഴി ജസ്റ്റ് അകത്ത് കയറണമല്ല, പുറത്തുനിന്ന് തന്നെ തൊഴുതിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ, അപ്പോൾ അതുവഴി എനിക്ക് വർക്കിന് പോകാം. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് റെഡിയായിട്ട് പോവാണ്. എന്നും ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഒന്നും പോകാറൊന്നുമില്ല. പിന്നെ ഇന്ന് കുറേ നാൾക്ക് ശേഷം ദേവിയമ്മേനെ കാണാൻ വേണ്ടി പോവല്ലേ, അപ്പോൾ ഒന്ന് സുന്ദരിയായിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാവുകയാണ്. അങ്ങനെ ഞാൻ വേഗം റെഡിയായി സെറ്റായും മേക്കപ്പൊക്കെ ഇട്ട് പുട്ടിയൊക്കെ ഇട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ഒന്ന് തൊഴണം. കാരണം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് വീട് ഒക്കെയാണ്. പിന്നെ അമ്പലത്തിനെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അത് വേറെ തന്നെയാണ്. എപ്പോഴൊന്നും പോവാറില്ല, പക്ഷേ ഞാൻ പോകും. എൻ്റെ മനസ്സിലെന്നും ദേവിയമ്മ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ അമ്പലം ഒക്കെ പണ്ടിങ്ങനെ അല്ലായിരുന്നു കേട്ടോ. കുഞ്ഞ് അമ്പലമായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് നാളായിട്ടുള്ളൂ അമ്പലം പുതുക്കി പണിതിട്ട്. അങ്ങനെയാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നത്. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ ചന്ദനമൊക്കെ എടുത്ത് വീട്ടിലേക്കല്ല വർക്കിന് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ ഒരു താമരയൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ ഇനി വർക്കിന് പോകും. ഇത്രയും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടോളൂ. ബൈ. മാനസതാരം നിരൂപിച്ചതിന് സ്വാമി തൻ കൃപയാ ബഹുഭൂരിക കാമനായേനിയും മമ ചേതോഗ്രഹങ്ങളെല്ലാം പരിപാലയാനിശം കൃഷ്ണ വീരപ്രിയ.